ഞാനിതിൻ്റെ QR കോഡ് എടുത്താണ് വെച്ചേക്കുന്നത്. ഇതിലേക്കൊന്ന് വെള്ളം ഒഴിച്ച് നോക്കാം നമുക്ക്. ഹേയ് വാട്സ്ആപ്പ് മൈ ലാഡ്സ്, വെൽക്കം ബാക്ക് ടു റെക്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ തന്ന, അതായത് നമ്മുടെ ചാനലിൽ തന്നെ കിട്ടുന്ന ആദ്യത്തെ മോസ്റ്റ് വാല്യുബിൾ ഗിഫ്റ്റ് ആണിത്. അപ്പോൾ ഇതിന്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതൊരു ബോട്ടിന്റെ വേവ് കോൾ എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച് ആണ്. ഒരു കോളിംഗ് സ്മാർട്ട് വാച്ചസിനകത്ത് നമുക്ക് ഏറ്റവും അടിപൊളി കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ്. പിന്നെ ഈ ഗിഫ്റ്റ് എന്ന സബ്സ്ക്രൈബർക്ക് ഒരു താങ്ക്സ് എന്നുള്ള രീതിയിൽ 2 വാക്ക്. ആകെപ്പാടെ 4-7 വ്യൂസ് ആണ് നമ്മുടെ ചാനലിലുള്ളത്. പക്ഷെ എങ്കിലും നമ്മുടെ കണ്ടന്റുകളെ ഇഷ്ടപ്പെടാനും ഒരു ക്രിയേറ്റർ സപ്പോർട്ട് തരാനും ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ 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 സന്തോഷമുണ്ട്. അപ്പൊ ഈ ഒരു സാധനം നമ്മുടെ ചാനലിലെ യാത്രയിൽ അല്ലെങ്കിൽ ഈ പ്രയാണത്തിലുടനീളം ഒരു മോസ്റ്റ് വാല്യുബിൾ പ്രീഷ്യസ് ഗിഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇതിനെ കണക്കാക്കുന്നു. വളരെയധികം നന്ദിയുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ഇങ്ങനെയുള്ള ഗിഫ്റ്റുകളൊന്നും നമുക്ക് അയച്ചു തരണ്ട. ഇത് വാങ്ങുമ്പോഴുള്ള നമുക്കുള്ള ഫിനാൻഷ്യൽ ലോസ് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, ഇങ്ങനെയുള്ള ഗിഫ്റ്റുകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ കണ്ടന്റുകൾ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതിന് മാത്രമാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. ഇതിന്റെ ഈ ഒരു സ്റ്റിക്കർ സെറ്റ് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് അയക്കാട്ടോ. ഇത് തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കവർ കൂടെ ഇതിനുണ്ട്, കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച്. ഇവിടെ പ്ലേസ് ചെയ്തിട്ടാണ് തരുന്നത്, കണ്ടോ? ബോട്ടിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് അവർ നമുക്ക് വാച്ച് തരുന്നത്. ഇതിൻ്റെ ഒരു സ്ട്രാപ്പ് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ലതാണ്, നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ലൈക്ക് എ പ്രീമിയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഗൈസ്. അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റിക്കർ പൊളിച്ച് മാറ്റാം കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി ഒരു സ്ക്രീനൊക്കെയാണ്, കിഡിലൻ സ്ക്രീനാണ്. നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഓണായിട്ടുണ്ട്. ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ ക്ലോസപ്പ് ആയിട്ട് നിങ്ങളെ കാട്ടിത്തരാം. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ. ഇതൊരു എംപ്റ്റി കവറാണ്, ഇതിലൊന്നുമില്ല. ഇത് തുറക്കുമ്പോൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇത്രയും സാധനങ്ങളാണ്, കണ്ടോ? ഇത്ര സാധനങ്ങൾ ഇതിനകത്തുള്ളത്. ഇതിൻ്റെ ചാർജറാണ് കേട്ടോ, ഇതിൻ്റെ മാഗ്നറ്റിക് ചാർജറാണിത്, കണ്ടോ? ഈ ഒരു ഭാഗം കൊണ്ട് നമ്മുടെ വാച്ചിൻ്റെ ഇതൊരു മാഗ്നറ്റിക് സെൻസറാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചാർജറിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ്, കണ്ടോ? നമ്മുടെ സാധാരണ USB പോർട്ടിൽ ഇത് ചാർജറിലേക്ക് ഇത് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ വാച്ച് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് കുത്തിയിടണം. ജസ്റ്റ് നിങ്ങളൊന്ന് കാട്ടി തന്നേ ഉള്ളൂ, കുത്തിയിട്ടിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ അത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും എങ്ങനെയൊക്കെ ആയാലും. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഇവരുടെ ബോട്ടിൻ്റെ ആപ്പ് കണക്ട് ചെയ്യുന്ന മെത്തേഡ്സൊക്കെ എഴുതിയ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ എന്ന് വേണം നമുക്ക് പറയാം. നല്ല അടിപൊളി ഒരു യൂസർ മാനുവലൊക്കെയാണ്, കണ്ടോ? ഇവരുടെ പരസ്യത്തിൻ്റെ ഒരു കൊള്ളാം, നല്ല അടിപൊളി ഗ്രാഫിക്സ് ഉള്ള ഒരു പേപ്പറാണ്. ഇത് കൊള്ളാം കേട്ടോ, നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ, കണ്ടോ? ഇതിൻ്റെ 1 year മാനുഫാക്ചറർ വാറണ്ടിയുടെ ഒരു വാറണ്ടി കാർഡാണെന്ന് തോന്നുന്നത് ഇതുണ്ട്. പിന്നെ അവരുടെ ഒരു താങ്ക് യു ഒക്കെ എഴുതിയ, കാരണം ഒരു ഗ്രാഫിക്സിൽ ഒരു രക്ഷയില്ല, നല്ലൊരു അടിപൊളി ഗ്രാഫിക്സ് ഉള്ള ഒരു പേപ്പറൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു താങ്ക്സും. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഇതിൻ്റെ കൂട്ടത്തിലുള്ളത്. ഇവിടെ കണ്ടോ, ഈ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കുറേ ഫങ്ഷൻസോടൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതെന്താണ് നമുക്ക് ക്ലോസപ്പ് ആയിട്ട് നിങ്ങളിപ്പോൾ ഞാൻ കാട്ടിത്തരാം. അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ഗ്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു വാച്ച് ഇതിലേക്ക് മുക്കി വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നോക്കാം. ഞാനിതിൻ്റെ QR കോഡ് എടുത്താണ് വെച്ചേക്കുന്നത്. ഇതിലേക്കൊന്ന് വെള്ളം ഒഴിച്ച് നോക്കാം നമുക്ക്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പ് ചെയ്ത് വെച്ചേക്കാണ് വാച്ച്, കണ്ടോ? QR കോഡ് കാണാൻ പറ്റുന്നുണ്ടോ? സ്റ്റിൽ QR കോഡ് ഇസ് ദെയർ ഗൈസ്. അപ്പോൾ വാച്ച് ഇസ് പ്യൂർലി വാട്ടർ റെസിസ്റ്റന്റ് ആണ്, കണ്ടോ? കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ ഡിസ്പ്ലേ തെളിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ വാട്ടർ ടെസ്റ്റിൽ നമ്മുടെ ബോട്ട് വേവ് കോൾ വിൻ ചെയ്തിരിക്കുകയാണ്. കണ്ടോ, സ്റ്റിൽ ഇറ്റ്സ് വർക്കിംഗ്. സോ ഗൈസ്, ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് മോഡുകളായിട്ട് ഒന്ന് സ്പോർട്സ് മോഡുണ്ട്. സ്പോർട്സ് മോഡിൽ തന്നെ വാക്ക്, റൺ, ബൈസൈക്ലിംഗ്, ക്ലൈംബിംഗ് അങ്ങനെ ഒരുപാട് മോഡുകളുണ്ട്. അതിനകത്തുള്ള എനർജി, നിങ്ങൾ എത്ര കലോറി, സ്റ്റെപ്സ് എത്ര എടുത്തു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടും. ബ്രീത്തിങ്ങിൻ്റെ ഉണ്ട്. പിന്നെ ക്യാമറയുടെ കൺട്രോൾസ് ഉണ്ട്. നമുക്ക് ബ്ലൂടൂത്ത് വഴി ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അതായത് ഈ വാച്ച് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിൻ്റെ ക്യാമറയിൽ ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എവിടെയാണോ ക്യാമറ ഫേസ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഫോട്ടോ നമുക്ക് കിട്ടും. പിന്നെ ഉള്ളത് ഹാർട്ട് റേറ്റ് ആണ്. ഹാർട്ട് റേറ്റ് ഇതിലെങ്ങനെയാണ് മെഷർ ചെയ്യുക എന്ന് വെച്ചാൽ, ഇതിൻ്റെ സെൻസറുകൾ വെച്ചിട്ടാണ് നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് പലർക്കും ഐഡിയ ഇല്ല. അപ്പോൾ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഞാൻ തരാം. അതായത് ഇതിനകത്ത് പല ലൈറ്റുകൾ, അതായത് ഒപ്റ്റിക്കൽ ലൈറ്റുകളാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വിടാനുള്ള കഴിവ് ഇതിനുണ്ട്. അപ്പോൾ ഈ ഒരു വാച്ച് നമ്മുടെ ഹാർട്ട് റേറ്റ് എടുക്കുന്നത് ഗ്രീൻ ഒപ്റ്റിക്കൽ സെൻസേഴ്സ്, അതായത് ഗ്രീൻ ഒപ്റ്റിക്കൽ ലൈറ്റ് കടത്തി വിട്ടിട്ട് നമ്മുടെ റിസ്റ്റിനടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തൂടെ കടന്നു പോകുന്ന ബ്ലഡിലേക്ക്, ബ്ലഡിനൊരു പ്രത്യേകതയുണ്ട്. ബ്ലഡിന്റെ കളർ റെഡ് ആയതുകൊണ്ട് തന്നെ ഗ്രീൻ ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബ്ലഡിനുണ്ടാവും. അപ്പോൾ ആ ഒരു അബ്സോർപ്ഷനും റിഫ്ലക്ഷനും ആ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് നമ്മുടെ ഹാർട്ട് റേറ്റ് ഈ ഒരു സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ബാൻഡ് ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ മോണിറ്റർ ചെയ്യുന്നത്. സെയിം ഇതുപോലെ തന്നെയാണ് SpO2. ഈ SpO2 സെൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ ആണ്, വിച്ച് ഇസ് മെഷേർഡ് ഇൻ പെർസെൻറ്റേജ് ആണ്. അതായത് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിലായിരിക്കും. അപ്പോൾ അതിൻ്റെയും ഒരു എങ്ങനെയാണ് അത് മോണിറ്റർ ചെയ്യുകയെന്ന് വെച്ചാൽ, ഗ്രീൻ ലൈറ്റിന് പകരം റെഡ് ലൈറ്റ് ആണ് കടത്തിവിടുക. അപ്പോൾ ഈ റെഡ് ലൈറ്റും നമ്മുടെ സ്കിന്നിലേക്ക് കടത്തി വിട്ടിട്ട് ആ റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ അൽഗോരിതം പാറ്റേൺ വെച്ചിട്ടാണ് നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജൻ്റെ സാച്ചുറേഷൻ ഈ ഒരു സ്മാർട്ട് വാച്ച് നമുക്ക് തരുന്നത്. ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ഒരു പ്രൈമറി ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ വാച്ച് ഫേസ് ആണിത്. നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കാട്ടിത്തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഫോണുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫോൺ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ QR കോഡ് ഇത് നമുക്ക് എടുക്കണം. അതിന് ഡൗൺലോഡ് ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, അപ്പോൾ നമുക്ക് ആ QR കോഡ് കിട്ടും. അത് നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് സ്കാൻ ചെയ്താൽ മതി. നമ്മൾ സ്കാനർ എടുത്തിട്ട് കണ്ടോ, സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് വെബ്സൈറ്റിലോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ബോട്ട് വിയറബിൾസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഇൻസ്റ്റാൾ കൊടുക്കുക. നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. ഇതെല്ലാം ഓക്കെ കൊടുക്കുക. വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് കൊടുക്കാം, വായിച്ച് നോക്കാം. പക്ഷേ ഓപ്പൺ കൊടുക്കാതെ അല്ലെങ്കിൽ അലോ ചെയ്യാതെ ഇതൊന്നും വർക്കൗട്ട് ആവത്തില്ല. ഇനി നമ്മുടെ മോഡൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വേവ് കോളാണ്. ഒപ്റ്റിമൈസേഷൻ അലോ ചെയ്ത് വെക്കുക. ഒപ്റ്റിമൈസ് കൊടുക്കുക, ഡൺ കൊടുക്കുക. ഈ ഓട്ടോ സ്റ്റാർട്ടും കൊടുക്കണം, കാരണം നമുക്ക് കോളൊക്കെ വരുമ്പോഴത്തേക്ക് പോപ്പപ്പ് വരേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അലോ കൊടുത്തേക്കുക. ഇനി സെറ്റപ്പ് കൊടുക്കുക, ഐ എഗ്രി കൊടുക്കുക. എന്നിട്ട് ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക. ഡിവൈസ് ലൊക്കേഷൻ ഓൺ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ അത് ലൊക്കേഷൻ ഓൺ കൊടുക്കുക. ഓക്കെ, പല ഫോണിലും പലതായിരിക്കും. എന്നിട്ട് ബാക്ക് പോവുക. എന്നിട്ട് ഇവിടെ വേവ് കോൾ കാണിക്കുന്നുണ്ട്, അത് പെയർ ചെയ്യുക. കണ്ടോ ഗൈസ്, ഇപ്പോൾ പെയറിങ് സക്സസ്ഫുൾ എന്ന് കാണിച്ചിട്ടുണ്ട്. യുവർ ഡിവൈസ് കണക്റ്റഡ് സക്സസ്ഫുള്ളി. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ ഇതെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം സ്റ്റാർട്ട് യുവർ ജേണി കൊടുക്കുക.
കണ്ടോ. ഇനി ഈ കാണിക്കുന്നതൊക്കെ അപ്ഡേറ്റ് ഉണ്ട്, അത് നമുക്ക് അവിടെ നിൽക്കട്ടെ. നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ കാണിക്കുന്നതെല്ലാം നമ്മുടെ ഈ വാച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എല്ലാ വിവരങ്ങളും നമ്മുടെ സ്റ്റെപ്പ് കൗണ്ടുകൾ, കാലറി ബേൺഡ്, ആവറേജ് ഹാർട്ട് റേറ്റ്, സ്ലീപ്പ് ബ്രേക്ക് ഡൗൺ, നമ്മുടെ ലൈറ്റ് സ്ലീപ്പ്, ഡീപ്പ് സ്ലീപ്പ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും യൂസിങ് ദ സെൻസേഴ്സ്. ഇനി ഈ വാച്ചിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ വാച്ച് ഫേസസ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ് എനേബിൾ ചെയ്യാൻ പറ്റും. ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അലാം സെറ്റ് ചെയ്യാം. ഫൈൻഡ് ഡിവൈസ്, ഇപ്പോൾ നമുക്ക് ഫൈൻഡ് ഡിവൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വാച്ച് നമുക്ക് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഫൈൻഡ് ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ എടുത്തു തോന്നി നമുക്കൊന്നുകൂടെ നോക്കാം. പിന്നെ ക്യാമറ, അലേർട്സ്, സെറ്റിങ്സ്, ഡിസ്കണക്ട് വാച്ച്, അബൌട്ട് പെർമിഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എന്തായാലും ആ ഫേം വെയറിൻ്റെ അപ്ഡേറ്റ് ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഇതൊന്നും വർക്ക് ചെയ്യാത്തത് ഫേം വെയർ അപ്ഡേറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്കത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഫേം വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അതെ ഇതിനകത്ത് വാച്ച് ഫേസസ് ആണ് ആദ്യത്തെ ഓപ്ഷൻ. അപ്പോൾ ഇതിനകത്ത് കണ്ടോ 4 days 15 hours, ഇതെല്ലാം വാച്ചിൻ്റെ ബാറ്ററി സ്റ്റാൻഡ് ബൈ ആണ് കാണിക്കുന്നത്. കണ്ടോ ഗൈസ്. ഇനി വാച്ച് ഫേസസ് നമുക്ക് നോക്കാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഡിഫോൾട്ട് ഇപ്പോൾ കിടക്കുന്ന 6 വാച്ച് ഫേസസ്. പിന്നെ ക്ലൗഡ് വാച്ച് ഫേസസ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. കണ്ടോ, ഇതെല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ക്ലൗഡ് വാച്ച് ഫേസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലൗഡ് വാച്ച് ഫേസസ് കണ്ടോ, ഇപ്പോൾ ലോഡ് ചെയ്യും. ഒരുപാട് ക്ലൗഡ് വാച്ച് ഫേസസ് ഉണ്ട്. കണ്ടോ, ഇതെല്ലാം ക്ലൗഡ് വാച്ച് ഫേസസ് ആണ്. ഒരുപാടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഒരെണ്ണം അപ്ലൈ ചെയ്ത് കാട്ടിത്തരാം നിങ്ങളെ. കണ്ടോ, അതെ ഈ പപ്പിയുടെ അതിവിടെ സബ്മിറ്റ് കൊടുത്താൽ മതി. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ശേഷം നമ്മുടെ കണ്ടോ ഇപ്പോൾ ഉള്ള വാച്ച് ഫേസ് ഡിഫോൾട്ട് വാച്ച് ഫേസ് ആണ്. കണ്ടോ, അത് മാറിയിട്ട് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തതാവും. നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് കയ്യിലിട്ടാനുള്ളൊരു ലുക്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് ഇപ്പോൾ അപ്ലൈ ആയിട്ടുണ്ട്. കണ്ടോ, ഇത് കുറച്ച് ടൈം എടുക്കും അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ മറ്റേ ഞാൻ പറഞ്ഞ ആ വൈസിയോണിനകത്ത് ഈ പ്രശ്നമില്ല. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ആവും. കണ്ടോ, അപ്പോൾ ഇത് ഈ ഒരു വാച്ച് ഫേസാണ് നമ്മുടെ ഇതിലുള്ളത്. കണ്ടോ, അപ്പോൾ ഇതാണ് വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള രീതി. അടുത്ത സെറ്റപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്. കണ്ടോ, ഇത് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കോൺടാക്റ്റുകളൊക്കെ സിങ്ക് ചെയ്യാനായിട്ട് നമ്മുടെ വാച്ചിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു 5-10 കോൺടാക്റ്റുകൾ സിങ്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി വാച്ചിൽ നിന്ന് എങ്ങനെയാണ് വിളിക്കുന്നത് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാട്ടിത്തരാം. ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്. ഇതാണ് നമ്മൾ ഫൈൻഡ് ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ റിങ് ചെയ്യുന്നുണ്ടോ. കണ്ടോ, ഫൈൻഡ് ഡിവൈസ് ഓൺ ആണ്. അതുപോലെ നമുക്ക് തിരിച്ചും വാച്ച് വെച്ച് നമുക്ക് ഫോൺ കണ്ടുപിടിക്കാനും പറ്റും. വൺസ് ദ ഡിവൈസ് ഇസ് കണക്റ്റഡ്, വാച്ചിൻ്റെ ഒരു ജനറൽ ഇൻഫർമേഷൻ കൂടെ കാണിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണിനകത്തുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഇനി വാച്ച് വെച്ചിട്ട് നമുക്ക് എന്താണ് സെറ്റപ്പ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു ഹോം സ്ക്രീൻ പോലെ ടൈം നമുക്ക് കിടക്കും. മേളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പോർട്സിൻ്റെ ഒരു സെറ്റപ്പാണ്. നമ്മൾ എത്ര സ്റ്റെപ്സ് എടുത്തു, എത്ര മിനിറ്റ് എക്സസൈസ് ഉണ്ട്, എത്ര കലോറി ബേൺ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. കണ്ടോ, ഇനി അടുത്ത പിന്നെ മേളിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് റേറ്റ് ആണ്. കണ്ടോ, ഇതിപ്പോൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. കണ്ടോ, ഇപ്പോൾ 72 BPM ആണ്, ബീറ്റ്സ് പെർ മിനിറ്റ് ആണുള്ളത്. കണ്ടോ, ഇത് ചില സമയത്തൊക്കെ ആക്യുറേറ്റ് ആയിരിക്കും, പക്ഷേ ചില സമയത്തൊന്നും അത്ര കൃത്യമായിരിക്കത്തില്ല. അപ്പോൾ അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് നമ്മുടെ സ്ലീപ്പാണ്. ലൈറ്റ് സ്ലീപ്പും ഡീപ്പ് സ്ലീപ്പും നമ്മൾ പ്രത്യേകം കാണിക്കുന്നതാണ് വാച്ച്. അത് ഞാൻ മോണിറ്റർ ചെയ്തിട്ടില്ല. പിന്നെ അടുത്തത് നമുക്ക് നോക്കാം വെതറാണ്. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്തത് കോളിങ്ങിൻ്റെ ഓപ്ഷനാണ്. കണ്ടോ, ഇവിടെ ഈ ഒരു സാധനം നമുക്ക് ഇതിപ്പോൾ ഓൾറെഡി എനേബിൾഡ് ആണ്. ഇത് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിപ്പോൾ ഡിസേബിൾഡ് ആണ്. കണ്ടോ, ഇത് എനേബിൾ ചെയ്യണം. കണ്ടോ, എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ബ്ലൂടൂത്ത് കോളിങ് അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. ഡയലറുണ്ട്, എന്നിട്ട് നമുക്ക് നമ്പർ ടൈപ്പ് ചെയ്തിട്ട് വിളിക്കാൻ പറ്റും. കണ്ടോ, സംസാരിക്കാനും പറ്റും. ജസ്റ്റ് നോട്ടിഫിക്കേഷൻ മാത്രമല്ല, സംസാരിക്കാനും നമുക്ക് പറ്റും. ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. മ്യൂസിക്കാണ്. ഇത് നമ്മുടെ ഫോണിൽ
നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന മ്യൂസിക് നമുക്ക് നെക്സ്റ്റ് അടിക്കാം, വോളിയം കുറയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, അങ്ങനെയുള്ള പോസ് ചെയ്യാം, അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വാച്ചിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. മെനു വ്യൂ ആയിട്ട് ഇതിനകത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സെറ്റിങ്സാണ്. സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് തന്നെയാണ്. സ്റ്റോപ്പ് വാച്ച്, പിന്നെ ഫൈൻ ഫോൺ, കണ്ടോ ഫൈൻ ഫോൺ നമുക്ക് സെല്ലിപ്പോൾ റിങ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ക്രീൻ ടൈം ഔട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. സോറി, വാച്ച് ഫേസ് ആണ്. സ്ക്രീൻ ടൈം ഔട്ട് എത്ര സെക്കൻഡാണെന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വാച്ച് ഫേസസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിപ്പോൾ കസ്റ്റമാണ്, നമ്മൾ ഫോണിൽ കിടക്കുന്നതാണ് ഇതെല്ലാം. പിന്നെ നമ്മുടെ വാച്ച് റീസെറ്റ് ചെയ്യുന്നത്, പിന്നെ പവർ ഓഫ് ചെയ്യുന്നത്, പിന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത്, ടൈമർ സെറ്റ് ചെയ്യുന്നത്, പിന്നെ മോറിൽ ഒരു റൈസ്റ്റ് ബൈക്ക് മാത്രമാണ്, പിന്നെ ഒരു എബൌട്ട്. ഇത്രയാണ് നമ്മുടെ വാച്ചിൻ്റെയും സെറ്റിങ്സ്. ഒരു കാര്യം കൂടെയുണ്ട്, നമ്മുടെ ഫോൺ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടോ എന്ന് ജസ്റ്റ് റീഡ് ചെയ്യാനും പറ്റും. റിപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ ജസ്റ്റ് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊരു പോരായ്മയെന്ന് വെച്ചാൽ നമുക്ക് ക്ലൗഡ് വാച്ച് വൈസ് അപ്ലൈ ചെയ്യാനുള്ള ടൈം കുറച്ച് കൂടുതലാണ്. പിന്നെ ബ്ലൂടൂത്ത് കോളിങ്ങിനാണെങ്കിലും സെൻസറുകളൊന്നും ചില സമയത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ചില സമയത്ത് മാത്രമേ ഉള്ളൂ അത്. പിന്നെ മെസ്സേജസിന് റിപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്തില്ല. പിന്നെ വോയിസ് അസിസ്റ്റൻറ്റ് ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വാച്ച് ബെസ്റ്റ് ഇൻ ക്ലാസ്, അതായത് ആ ഒരു പ്രൈസ് കാറ്റഗറിയിലെ ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് വാച്ച് ആയേനെ. പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാത്തിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഫീച്ചേഴ്സ്. നല്ല അടിപൊളി ഒരു സ്മാർട്ട് വാച്ചാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. നമ്മുടെ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ ഏകദേശം 1700 രൂപയ്ക്കാണ് ഇത് സെയിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ വേറൊരു വാച്ച് വേറെ ആൾക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു, സെയിം വാച്ച് തന്നെയാണ് മേടിച്ചത്. പക്ഷേ ഇപ്പോൾ ഇത് വിൽക്കുന്നത് എബവ് 2000-നാണ്. അപ്പം 1699 ഒരു അടിപൊളി വാല്യൂ ഫോർ മണി വാച്ചാണിത്. പിന്നെ വേറൊരു വാച്ച് കൂടെ നമുക്കുണ്ട്, ആംബ്രൈൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ വൈസ് ഇയോൺ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് കൂടെ ഉണ്ട്. അത് ബെസ്റ്റ് ഇൻ ക്ലാസ്, അതായത് ഏകദേശം ഒരു 1300 രൂപയ്ക്കൊക്കെ അത് അവൈലബിൾ ആണ്. ബെസ്റ്റ് ഇൻ ക്ലാസ് എന്ന് വെച്ചാൽ അതിനെ വെല്ലുന്ന ഒരു സ്മാർട്ട് വാച്ച് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇല്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ നമ്മുടെ ചാനൽ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.